തൻ്റെ ദക്ഷിണ ചോദ്യത്തിലൂടെ അതുവരെ ഭാരതത്തിലുണ്ടായിരുന്ന ദക്ഷിണ സ്വീകാരങ്ങളുടെ ചരിത്രം തന്നെ ദ്രോണർ തിരുത്തി കുറിച്ചു എന്നതാണ്. ദക്ഷിണകളുടെ ചരിത്രത്തിന് തൻ്റെ ദക്ഷിണ ചോദ്യം കൊണ്ട് ഒരു വ്യതിയാനമുണ്ടാക്കി എന്നതാണ് ദ്രോണരുടെ വ്യക്തിത്വത്തിൻ്റെ അന്യാദൃശത്വം. വേദങ്ങൾ മുതൽ നമുക്ക് കാണാം ഇങ്ങനെ ഗുരുക്കന്മാർക്ക് ദക്ഷിണ കൊടുക്കുന്ന ഭാരതത്തിലെ വിദ്യാഭ്യാസ, സാമൂഹിക, ആധ്യാത്മിക, സാംസ്കാരിക സമ്പ്രദായം. ആദ്യം ഈ 105 ശിഷ്യന്മാരെയും നിർത്തിക്കൊണ്ട് അവരോട് അദ്ദേഹം, നിങ്ങൾ എനിക്ക് പാഞ്ചാല രാജ്യം ആക്രമിച്ച് പാഞ്ചാലിനെ കീഴ്പ്പെടുത്തി തരണം എന്ന ദക്ഷിണ ചോദിച്ചപ്പോൾ തോന്നിയ ഒരു ധാർമ്മികമായ, വൈകാരികമായ, സദാചാരപരമായ, നൈതികമായ ഒരു നീരസം, ഒരമർഷം നമുക്കിപ്പോൾ ഇല്ലാതെയായി. ഇതാണ് തൻ്റെ ദക്ഷിണ ചോദ്യത്തിലൂടെ അദ്ദേഹം അന്നുവരെ ഉണ്ടായിരുന്ന ദക്ഷിണ കൊടുക്കലുകളുടെയും ദക്ഷിണ പ്രദാനങ്ങളുടെയും ദക്ഷിണ സ്വീകാരങ്ങളുടെയും ചരിത്രത്തെ അദ്ദേഹം നിസ്സാരീകരിച്ചുള്ളത്. ഇതാണ് ദ്രോണരുടെ മഹത്വം. ഈ മഹത്വം കാണണം. അതിലൂടെ എന്തും സാധിച്ചു. ഇതിഹാസത്തിൻ്റെ മഹനീയമായ നാടകീയതയ്ക്ക് ഭാവിയിൽ യുദ്ധം വരാൻ പോവുകയാണ്. അങ്ങനെ ഒരു യുദ്ധം വരും എന്ന് ദ്രോണർക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ശ്രീകൃഷ്ണൻ്റെ കാര്യത്തിലാണെങ്കിൽ ശ്രീകൃഷ്ണന് അതറിയാമായിരുന്നു എന്ന് നമുക്ക് വാദിക്കാം. അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് ഇദ്ദേഹം അങ്ങനത്തെ സർവജ്ഞനല്ല. അസാധാരണനായ ഒരു വേദജ്ഞൻ, അസാധാരണനായ ധനുർവേദ പണ്ഡിതൻ, അസാമാന്യമായ പ്രയോഗ വൈദഗ്ധ്യമുള്ള ധനുർവേദജ്ഞാനി എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാവുന്നത്. അപ്പോൾ തൻ്റെ ശിഷ്യൻ്റെ മുമ്പിൽ ഈ ശിഷ്യൻ്റെ ആയോധന വൈദഗ്ധ്യം എപ്പോഴെങ്കിലും തനിക്കെതിരെ പ്രകടിപ്പിക്കാൻ അവസരമുണ്ടായാൽ അത് പ്രകടിപ്പിക്കാൻ അയാൾക്ക് മുൻകൂട്ടി ഉറപ്പ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഹൃദയ വിശാലത സാധാരണ ആചാര്യന്മാർക്കുണ്ടാകുന്നില്ല. സാധാരണ ആചാര്യന്മാർക്ക് ഉണ്ടാവുകയില്ല. എന്തേ ആചാര്യൻ പറയൂ, ഈ വിദ്യ നീ എനിക്കെതിരെ പ്രയോഗിക്കരുത് എന്നായിരിക്കും പറയാൻ തോന്നുക. ഒരു ഈ മാംസബദ്ധമായ ശരീരം എന്നുള്ള നിലയിൽ, ലൗകിക ജീവി എന്നുള്ള നിലയിൽ, ഒരു ഭൗതിക ജീവി എന്നുള്ള നിലയിൽ എന്തായിരിക്കും ഒരാചാര്യൻ ആവശ്യപ്പെടുക? താൻ അഭ്യസിച്ച വിദ്യകളെല്ലാം ശിഷ്യന് ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം എന്തായിരിക്കും പറയാൻ തോന്നുക? നീ ഇതൊന്നും എൻ്റെ നേരെ പ്രയോഗിക്കല്ലേ കുഞ്ഞേ എന്നായിരിക്കും പറയാൻ തോന്നുക. അതല്ല പറഞ്ഞത്. അവിടെയാണ് ദ്രോണർ ഭീഷ്മരെക്കാളും ഉയർന്നു നിൽക്കുന്നത്. അവിടെയാണ് ദ്രോണർ അദ്ദേഹത്തെ ധനുർവിദ്യ അഭ്യസിപ്പിച്ച അഗ്നിവേശനേക്കാളും തൻ്റെ വിദ്യകളെല്ലാം സൗജന്യമായി കൊടുത്ത പരശുരാമനേക്കാളും ഉയർന്നു നിൽക്കുന്നത്. അത് ആർക്കും അഭിഗമിക്കാൻ വയ്യാത്ത ഒരു ഉയർച്ചയാണ് താനും. അപ്രാപ്യമായ ഒരു മാനസിക ഭാവമാണ്. ഒരു ആചാര്യൻ്റെ മറ്റാർക്കും കാണാത്ത മഹനീയമായ ഔദാര്യം. ഈ ഔദാര്യമുണ്ട് അദ്ദേഹത്തിന്. പിന്നെ ഈ ഔദാര്യം ആവശ്യമാണ് താൻ. എങ്ങോട്ടാണ് കഥ പ്രയാണം ചെയ്യുന്നത്? കഥ പ്രയാണം ചെയ്യുന്നത് ഭാരതത്തിലെ എല്ലാ പുരുഷന്മാരെയും മനുഷ്യൻ്റെ ആസുരമായ അനിയന്ത്രിതമായ പ്രഭാവത്തിൻ്റെ മഹാഅഗ്നിയിൽ ഹോമിച്ചൊടുക്കിയ കുരുക്ഷേത്ര യുദ്ധത്തിലേക്കാണ് കഥ പ്രയാണം ചെയ്യുന്നത്. അതിന് ഈ ഒരു ദക്ഷിണ വളരെ സ്വാഭാവികമായ തരത്തിൽ വ്യാസൻ കഥയ്ക്ക് യാതൊരു കോട്ടവും സംഭവിക്കാതെ അതിൽ സംഗ്രഹിച്ചു വച്ചു എന്നതാണ് വ്യാസൻ്റെ കഥാകൃത്ത് അല്ലെങ്കിൽ ഇതിഹാസകൃത്ത് അല്ലെങ്കിൽ കഥാകാരൻ അല്ലെങ്കിൽ ഇതിഹാസകാരൻ എന്ന നിലയിലുള്ള വ്യാസൻ്റെ സർഗവൈഭവം, വ്യാസൻ്റെ സൃഷ്ടിപാഠവും. അതിനെയാണ് നാടകീയത എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഈ ഫ്ലാഷ് ബാക്കിൽ കഥ അവതരിപ്പിക്കുന്നതിനല്ല. ഇപ്പോൾ കാളിദാസൻ്റെ നാടകം തുടങ്ങുന്നത് എങ്ങനെയാണ്? അനസൂയ പ്രിയമതമാരും ശകുന്തളയും മുല്ലവള്ളിക്കോ അല്ലെങ്കിൽ ചെടികൾക്കോ നനയ്ക്കുന്ന തരത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണതൊരു നരേറ്റീവ് പോയമാണെങ്കിൽ, ആഖ്യാനാത്മക കാവ്യമായിരുന്നുവെങ്കിൽ അതെങ്ങനെയാണ് തുടങ്ങേണ്ടിയിരുന്നത്? വിശ്വാമിത്രനും മേനകയ്ക്കും കൂടി ശകുന്തള ജനിക്കുന്നിടം മുതലാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട സംഭവം എടുത്തിട്ട്
എടുത്തിട്ട് മറ്റ് അപ്രധാന സംഭവങ്ങളെല്ലാം ആ പ്രധാനപ്പെട്ട സംഭവത്തിൻ്റെ പിന്നിലൂടെ ആവിഷ്കരിച്ച് കാണിക്കുന്നതാണ് ഫ്ലാഷ് ബാക്ക് എന്ന് ഇന്നത്തെ പുതിയ ഭാഷയിൽ പറയുന്നത്. ഗതകാല അനുഭവങ്ങളുടെ സ്മരണം, അതാണ് ഫ്ലാഷ് ബാക്ക്. അതിനെയാണ് നാടകീയതയായി തെറ്റിദ്ധരിക്കുന്നത്. അതല്ല നാടകം. നാടകം എന്ന് പറഞ്ഞാൽ മഹനീയമായ കാവ്യം എന്നാണ് അർത്ഥം. നാടകാന്തം കവിത്വം എന്ന് പറയുന്നത് മഹനീയമായ കാവ്യം, ജീവിതത്തിൻ്റെ മഹനീയമായ ആവിഷ്കാരം എന്നർത്ഥത്തിലാണ്. വെറുതെ ദശരൂപകങ്ങളിൽപ്പെട്ട നാടകം എന്നർത്ഥത്തില്ല. 10 തരം രൂപകങ്ങളുണ്ട്. ആ രൂപകങ്ങളിൽ ഏറ്റവും അവസാനത്തെ 10ാമത്തേതാണ് നാടകം എന്ന് പറയുന്ന രൂപകം. ആ രൂപകം എന്ന അർത്ഥത്തിലല്ല നാടകം എന്നത് പലപ്പോഴും വ്യാസൻ പ്രയോഗിക്കുന്നത്. പിന്നെ എന്തർത്ഥത്തിലാണ്? ജീവിതത്തിൻ്റെ മഹനീയമായ ആവിഷ്കാരം, ജീവിതത്തിൻ്റെ അതിവ്യാപ്തമായ സംഭവ പരമ്പരകളെയും അനുഭവ സഞ്ചയങ്ങളെയും ഒന്നും വിട്ടുകളയാതെ ഏറ്റവും ബൃഹത്തായ ഒരു ക്യാൻവാസിൽ മറ്റാർക്കും ആവിഷ്കരിക്കാൻ വയ്യാത്ത വൈദഗ്ധ്യത്തോടുകൂടി ആവിഷ്കരിച്ച് ഫലിപ്പിക്കുക എന്നിട്ട് ആ ഒരു കൃതിയെ നോക്കി ആളുകൾ ജീവിതം പഠിക്കുക എന്ന നിലയിലേക്ക് അദ്ദേഹം ഉയർത്തി. എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ പാഠ്യഗ്രന്ഥമായി ഇതിഹാസം. ഇത് മഹത്തായൊരു രചനാരീതിയല്ലേ? അങ്ങനെ ഒരു രചയിതാവുണ്ടോ? അങ്ങനെ ഒരു സൃഷ്ടാവുണ്ടോ? ജീവിതത്തിൻ്റെ പാഠ്യഗ്രന്ഥമായി അത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വേദിയിൽ ഇപ്പോഴും ഇരിക്കുന്നു. നമുക്കിപ്പോഴും ചെന്ന് ആ കൃതിയോട് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്ക് പരിഹാരം ചോദിക്കാം. ഇത് കാളിദാസൻ്റെ കാവ്യത്തോട് ചോദിക്കാനൊക്കില്ല. ഇത് ഭവഭൂതിയുടെ നാടകത്തോട് ചോദിക്കാനൊക്കില്ല. ഭാസൻ്റെ നാടകത്തോട് ചോദിക്കാനൊക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നമുണ്ടായിരിക്കുന്നു, ഞാനതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ഭാരതത്തിലെ മറ്റ് കൃതികളോട് ചോദിക്കാനൊക്കില്ല. രാമായണത്തോട് പോലും ചോദിക്കാനൊക്കില്ല. രാമായണത്തിൽ ഒതുങ്ങിയ സ്വഭാവങ്ങളാണ്. രാമൻ്റെ ജീവിതത്തിലെ വളരെ ഒതുക്കമുള്ള സ്വഭാവത്തോടു കൂടിയ ആളാണ് രാമൻ. ഇപ്പോൾ രാമായണത്തോട് ചോദിച്ചെന്നാൽ അതിന് ഉത്തരം കിട്ടുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമായി മഹാഭാരതം നമ്മളുടെ മുമ്പിൽ ജീവിതത്തിൻ്റെ ശോധക ഗ്രന്ഥവും ജീവിതത്തിൻ്റെ നാട്യഗ്രന്ഥവും ജീവിതത്തിൻ്റെ പാഠ്യവുമായി പരിശോഭിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഈ സർഗവൈഭവമാണ്. അതങ്ങനെ സംഭവിച്ചു എന്ന് കരുതിയാൽ മതി. അല്ലാതെ അതിന് വിശദീകരണമൊന്നുമില്ല. ഒരു മഹാസ്രഷ്ടാവ് അദ്ദേഹം പോലും അറിയാതെ ഒരു കൃതി രചിച്ചു വന്നപ്പോൾ അതങ്ങനെ ഭവിച്ചു എന്ന് നമുക്കതിനെക്കുറിച്ച് വിചാരിക്കാനാവും. അപ്പോൾ അദ്ദേഹം ദ്രോണർ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഏതോ ഒരു അജ്ഞാതമായ നിർദ്ദേശത്തിൻ്റെ പ്രേരണയ്ക്ക് വശംവദനായി തൻ്റെ ശിഷ്യൻ രാത്രിയിലും ആയുധാഭ്യാസം പരിശീലിക്കുന്നത് കണ്ട് ഉറക്കം നിന്ന് ആയുധം അഭ്യസിക്കുന്നത് കണ്ട് അല്ലെങ്കിൽ ആയുധത്തിൻ്റെ പ്രയോഗം പരിശീലിക്കുന്നത് കണ്ട് സന്തുഷ്ടചിത്തനായ വേളയിൽ തൻ്റെ തന്നെ വ്യക്തിത്വത്തെ മറന്ന് തൻ്റെ തന്നെ കൽപ്പിതമായ നിയന്ത്രിതമായ അനുശീലിതമായ വ്യക്തിത്വത്തെ മറന്ന് സ്വയം വിടർന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത്. അതൊരു സ്വയം വിടരലാണ്. ഒരു പൂ വിടരുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇത് കണ്ട് വിടർന്നുപോയി. അങ്ങനെ വിടർന്നപ്പോൾ തേനുപോലെ ഈ ദക്ഷിണ ചോദ്യം അത് ചിന്തി പുറത്തേക്ക് വന്നതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം. ബാക്കിയുള്ളതെല്ലാം അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ ജീവിതത്തിൻ്റെ നാരകീയമായ ദാരിദ്ര്യ അനുഭവങ്ങളുടെ പ്രതികരണം എന്ന രീതിയിൽ വരുന്നതാണ്. ദ്രോണരുടെ ഈ മഹത്വം നാം കണ്ടറിയണം. കാരണം അത് ഒരു ആചാര്യൻ്റെ മഹത്വമാണ്, ഒരു ഗുരുവിൻ്റെ മഹത്വമാണ്, ഒരു ഉപാധ്യായൻ്റെ മഹത്വമാണ്, ഒരു അധ്യാപകൻ്റെ മഹത്വമാണ്, ഒരു പ്രപാഠകൻ്റെ മഹത്വമാണ്. അത് കണ്ടറിയണം. അത് കണ്ടറിഞ്ഞില്ലെങ്കിൽ മഹാഭാരത പഠനത്തിൽ നാം പരാജയപ്പെടുന്നു എന്നാണ് അർത്ഥം. ഒരു രാഷ്ട്രത്തിൻ്റെ ഗ്രന്ഥമാണ് മഹാഭാരതം, അല്ലാതെ ഒരു സാഹിത്യകാരൻ്റെ കൃതിയൊന്നുമല്ല. ഒരു രാഷ്ട്രത്തിൻ്റെ സംസ്കാരം, ആ രാഷ്ട്രത്തിൻ്റെ സംസ്കാരം ഒരു പ്രത്യേക പദവിയിലെത്തിയപ്പോൾ അത് സ്വയം ഉരുക്കൂടി രൂപമാർന്നതാണ് മഹാഭാരതം. ഭാരതം എന്ന രാഷ്ട്രം മഹാഭാരതം എന്ന കൃതിയായി പരിണമിക്കുകയായിരുന്നു വ്യാസൻ്റെ സർഗവേദിയിൽ, വ്യാസൻ്റെ സർഗപ്രതിഭയിൽ, വ്യാസൻ്റെ ഭാവനയിൽ, വ്യാസൻ്റെ പ്രജ്ഞയിൽ അങ്ങനെ സംഭവിക്കുകയായിരുന്നു. അതൊരു അത്ഭുതകരമായ സംഭവം, ആശ്ചര്യകരമായ സംഭവം, സ്തോഭജനകമായ സംഭവം എന്ന് കരുതിയാൽ മതി. ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിൻ്റെ ചേതനയെ ഒരു വലിയ മഹർഷിക്ക് കടം കൊടുത്തതാണ് ആ കണ്ടത്. അദ്ദേഹത്തിൻ്റെ തപസ് കണ്ട്, ചിന്ത കണ്ട്,
ധ്യാനം കണ്ട്, മനനം കണ്ട്, നിധിധ്യാസം കണ്ട് അത്ഭുതപ്പെട്ട രാഷ്ട്രം, ആ രാഷ്ട്രത്തിൻ്റെ ചേതനയെ അദ്ദേഹത്തിന് ദാനമായി കൊടുത്തതാണ് മഹാഭാരതത്തിൽ നാം കാണുന്നത്. ഇപ്പോഴും അദ്ദേഹം നമ്മുടെ എല്ലാ ചിന്തകന്മാരുടെയും തലയിൽ കാലുവെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു നിൽപ്പ് നമ്മൾ ആലോചിച്ച് നോക്കണം. സർവ കാലത്തെയും ജയിച്ച് കാലത്തിൻ്റെ അന്തകനായി, കാലത്തെ സങ്കല്പിക്കുന്നത് സർവഭക്ഷകൻ എന്ന നിലയിലാണ്. കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ. ഭഗവാൻ പറയും, ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും വിഴുങ്ങിക്കളയുന്ന കാലം, അല്ലേ അർജുന, ഞാൻ തന്നെയാണ് നീ വിചാരിക്കുന്നത് പോലെയല്ല ലോകത്തെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ. കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ. ലോകത്തെ വളർത്തുകയും ലോകത്തെ ക്ഷയിപ്പിക്കുകയും ചെയ്യുന്ന കാലം, അനന്തമായ കാലം, അപാരമായ കാലം, അനാദിയിൽ നിന്ന് കാഴ്ചയില്ലാത്ത, കണ്ടുപിടിക്കാനാവാത്ത അനാദിയിൽ നിന്ന് കാഴ്ചയില്ലാത്ത, കണ്ടുപിടിക്കാനാവാത്ത അപാരതയുടെ വിദൂരതയിലേക്ക് പാഞ്ഞു പോകുന്ന കാലം, സർവത്തിനെയും തട്ടിനിരത്തിക്കൊണ്ട്, സർവത്തിനെയും നശിപ്പിച്ചുകൊണ്ടും സർവത്തിനെയും വളർത്തിക്കൊണ്ടും പാഞ്ഞു പോകുന്ന കാലം ഈ ഞാൻ തന്നെയാണ് അർജുന എന്ന് പറയും അർജുന പ്രചോദിപ്പിക്കാൻ വേണ്ടി ഭഗവത്ഗീതയിൽ. ആ കാലത്തിൻ്റെ നെറുകയിൽ കാലുവെച്ച് ഒരു താപസൻ, വിരൂപനായ ഒരു താപസൻ, ജഡാവൽക്കലധാരിയായ ഒരു താപസൻ നമ്മുടെ സംസ്കാരത്തിൻ്റെ നിത്യപ്രതീകമായി ഭാരത ഹൃദയത്തിൽ ഉയർന്നു നിൽക്കുന്നു. നാം അത് ശ്രദ്ധിക്കുന്നില്ല. അശ്രദ്ധയുടെ പാപം എന്നല്ലാതെ അതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല.